Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What major blessings are coming for you? നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്ന മേജർ ബ്ലെസ്സിങ്സ് എന്താണ്, ഹിഡൻ ബ്ലെസ്സിങ്സ് എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, നമ്മുടെ 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സിന്റെ 4ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 24th നവംബറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും നൈറ്റിലാണ് സെഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ലൈഫിൽ നേടിയെടുക്കണം, എങ്ങനെ നിങ്ങൾക്കൊരു ബെറ്റർ പേഴ്സൺ ആവണം, നിങ്ങളുടെ ഓത്തന്റിക് സെൽഫിലേക്ക് എങ്ങനെ കൂടുതൽ കണക്ട് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ, നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. സോ ഈ 3 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. What major blessings are coming for you? Alright, let's start with group number 1. Hello, group number 1. What major blessings are coming for you? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ്, ഒരു സീക്രട്ട്, ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് എന്താ നോക്കാം. യു സീ ദം എവ്രിവെയർ യു ഗോ as long as you carry their energy. Alright. So ഇത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ എന്താണോ കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ അതിലേക്ക് ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റി കോൺസ്റ്റന്റ്ലി ചിന്തിക്കുന്നുണ്ടായിരിക്കണം, അതിലൊരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഗ്രാജുവലി നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ ചില കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി തരുന്ന കാര്യമായിരിക്കാം, ഓർ നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കാം. സോ എന്താണോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളതും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അതല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ്, ചില സിറ്റുവേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു, നിങ്ങൾക്ക് അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ അതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറൈറ്റ്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഇതാണ്. സോ നിങ്ങൾ എന്ത് കോൺട്രിബ്യൂഷൻ ആണ്, അങ്ങനത്തെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തോട്ട്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള തോട്ട്സ് കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി സ്വയം ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടും കണക്ട് ചെയ്യാം, കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി റൈറ്റ് ആയിട്ട് അലൈൻഡ് ആവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് പല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓൾറൈറ്റ്. ഇത് നിങ്ങൾ നല്ല രീതിയിലും കണക്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ തോന്നുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വേണ്ട, ലൈഫിൽ വേണ്ട, മാറണം, മാറ്റിയെടുക്കണം, ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് യുവർ സെൽഫ്. ഗ്രൂപ്പ് നമ്പർ 1. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്ത് മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത് നോക്കാം. എന്തൊക്കെ സീക്രട്ട് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് വീണ്ടും ചാൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ലൈഫിൽ നിങ്ങൾ സമയം ഒരുപാട് വേസ്റ്റ് ആക്കി, അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ വേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് ലൈഫ് ഓഫർ ചെയ്യുന്നുണ്ട് ചില സിറ്റുവേഷനൊക്കെ പുറത്തേക്ക് വരാൻ, ചില കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ. നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയി പോയിട്ടുള്ള ചില സിറ്റുവേഷനിൽ വീണ്ടും ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്. സോ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ, അല്ലെങ്കിൽ അവസരങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവസരങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവസരങ്ങൾ എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കും. നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അവർ എന്താണോ ഇപ്പൊ ഇമോഷണലി നിങ്ങൾക്ക് കുറച്ചൊരു വീക്ക് ആയിട്ട് തോന്നുന്നത്, എന്ത് കാര്യമാണ് ലൈഫിൽ, എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങൾ ഇമോഷണലി വീക്ക് ആക്കുന്നത്, ആ ഒരു കാര്യത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ്, അവസരം, അല്ലെങ്കിൽ അതൊന്ന് മാറാനുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്ത് സ്ലോലി നിങ്ങൾക്ക് അവസരങ്ങൾ കാണും, അതിനുള്ള സൊല്യൂഷൻസ് കാണും, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക്
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ബ്ലെസ്സിങ്ങും അതാണ്. നിങ്ങൾക്ക് വീണ്ടും അവസരം ഉണ്ടാവുന്നുണ്ട്. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കാം, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള കാര്യം ലൈഫിൽ അട്രാക്ട് ചെയ്യാനായിരിക്കാം. ചില ആളുകൾക്ക് ഇത് നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില മാറ്റങ്ങളാണ് ഗ്രൂപ്പ് നമ്പർ 1. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ്സ് വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കാൻ പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? നിങ്ങൾ എടുക്കേണ്ട ചില തീരുമാനങ്ങളായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങളത് റിലേറ്റ് ചെയ്യാം, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷൻ ആയിരിക്കാം, ഓർ നിങ്ങൾ ഒരുപാട് ടെംപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ചില കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്സ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്, ചില പ്ലേസിൽ നിൽക്കുന്ന സമയത്ത്, ചില ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി വേണ്ട ഒരു ആൻസർ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, അത് ചൂസ് ചെയ്യാനായിരിക്കാം, റിജക്ട് ചെയ്യാനായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ റിലേറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ളത്, ആൻഡ് നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആസ്ക് യുവർ സെൽഫ്, യു വിൽ ഗെറ്റ് ദ ആൻസർ. Alright, and what major blessings are coming for you? What if I say നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ജോബ് റിലേറ്റഡ് ആയിട്ട് ഒന്നും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചൂസ് ചെയ്യണം? ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും ആര് ചൂസ് ചെയ്യണം? കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലത്തെ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവഞ്ച്വലി നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പിക്ക് ചെയ്യുന്നുണ്ട്, ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോബ് വൈസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രീം ആയിട്ടൊരു ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോഴെന്താണോ നിങ്ങൾ, എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവുന്നത്, എന്താണോ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നത്, മുന്നോട്ട് വരുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ചുകൂടെ റിസപ്റ്റീവ് ആയിട്ട് നിൽക്കുക, നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു പ്ലേസിൽ അത് റൈറ്റ് ആയിട്ട് വർക്ക് ആവുന്നില്ല, ഒരാളിൽ അത് റൈറ്റ് ആയിട്ട് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കാര്യത്തിലേക്ക് വരിക, കാരണം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ടിപ്പ് നമ്പർ 1, what major blessings are coming for you? ടിപ്പ് നമ്പർ 1, strength. ചില ആളുകള് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങൾ എന്തൊരു കാര്യം ഇനീഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ, നിങ്ങൾക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവുമോ എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു സംശയം ഉണ്ടായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവുമോ, അറ്റൻഷൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, മെയിൻലി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട്. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ചില ഹിഡൻ ആയിട്ടുള്ള ചില കഴിവുകള്, നിങ്ങൾക്കുള്ളിൽ ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്യാത്ത ചില പവർ, ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അൺലോക്ഡ് ആവുന്നത് പോലെ. ഓക്കെ, സോ ചില ആളുകൾ എന്തെങ്കിലും ആനിമൽസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ഓർ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ ബിസിനസ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മേലെ അതിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. സോ നിങ്ങൾ ചില ചേഞ്ചസ് ഫിസിക്കലി വരുന്ന സമയത്ത് നിങ്ങളുടെ അപ്പിയറൻസിലായിരിക്കാം, നിങ്ങളുടെ തോട്ട്സിലായിരിക്കാം, നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിലായിരിക്കാം, നിങ്ങളെ കാണുന്ന രീതിയിലായിരിക്കാം. ഓക്കെ, അതിൽ കോൺഫിഡൻസ് തോന്നുന്ന ചില കാര്യങ്ങള് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് മുന്നോട്ട് വരുന്ന സമയത്ത് ഈ സമയത്ത് നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ ആവുകയാണ് പുതിയ അവസരങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ആവുകയാണ്. ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് എനർജിയാണോ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് ചില ആളുകൾ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ചേഞ്ച് ആക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അത് സ്വയം ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു കുറവുണ്ട്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്വയം ഡൗട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്കത് കൺഫേം ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കണക്ട് ചെയ്യാൻ സാധിക്കും. സോ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക്
ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്ലേസിൽ നിങ്ങൾ ചൂസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ആയിരിക്കില്ല, നിങ്ങൾ ഇന്റൻഷനലി അല്ലെങ്കിൽ നിങ്ങൾ അത്ര ക്രേവ് ചെയ്തിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ വരുമോ, ഞാൻ അങ്ങനത്തെ ഒരു പ്ലേസിലേക്കൊക്കെ എത്തിപ്പെടാൻ എനിക്ക് സാധിക്കുമോ, അങ്ങനത്തെ ജോബിലേക്ക് വരാൻ സാധിക്കുമോ, ഇത്ര ഒരു ഏൺ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ സാധിക്കുമോ എന്നുള്ള പല കൺഫ്യൂഷൻസും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സമയം നിങ്ങൾ ഇതുപോലെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫൊക്കെ വരുന്ന സമയത്ത് വളരെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ലൈഫ്, അല്ലെങ്കിൽ ലൈഫ് തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ റൈറ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങൾ ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിലേക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ള ആളുകളുടെ വാലിഡേഷന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിയുന്നതും അങ്ങനത്തെ കാര്യത്തിൽ എൻഗേജ്ഡ് ആവാതിരിക്കാം. ഓൾറൈറ്റ്, ഈ സമയം നിങ്ങളുടെ എനർജി ഒരുപാട് സേവ് ചെയ്യേണ്ട ഒരു ടൈമാണ്, പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങളുടെ എനർജി എന്താണോ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ അത് റൈറ്റ് ആയിട്ട് മനസ്സിലാക്കുക. കോൺഷ്യസ്ലി നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ എനർജി എന്തൊക്കെ കാര്യത്തിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചില കാര്യത്തിനോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ഇപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫ് നിന്നൊക്കെ മാറിപ്പോകുന്നു, ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ഒരു അകലം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പിറകെ ഓടാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പാനിക് ആവാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നഷ്ടപ്പെട്ട് നിൽക്കാതിരിക്കുക, വെയിറ്റ് ചെയ്യുക. ചില ആളുകൾ എന്തൊക്കെയോ കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റീഡ് വെയിറ്റിംഗ് ഫോർ സംതിങ് ഓർ സംവൺ, നിങ്ങൾ കൂടുതൽ ഇതുപോലത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കെയർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ കേൾക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അത് ചെയ്യാം. കാരണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫ് വേറൊരു തലത്തിലേക്ക് എടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ മെന്റാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ വാനിഷ് ആവുന്നുണ്ട്, ചില ആളുകളുടെ ലൈഫിൽ നിന്ന് വാനിഷ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വാനിഷ് ആവുന്നുണ്ട്. ഓക്കെ, അത് ഒരു കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ദ റൈറ്റ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വിഷൻ ഉണ്ടാവുന്നുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണേണ്ടതായിട്ടുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള കളേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന്റെ ഭാഗമാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് റെഡ് കാർപ്പറ്റ് ഒക്കെ പോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവന്റ് അല്ലെങ്കിൽ ഇവന്റുമായിട്ട് റിലേറ്റഡ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സെലിബ്രിറ്റി ഓർ ആക്ടിങ് ഓർ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എഴുതാൻ കഴിവുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഒരു ഫെയിം നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ ഒരു റെക്കഗ്നിഷൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എഴുതാനൊക്കെ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെയിന്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ നിങ്ങൾ വെറുതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അത് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക, പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ, ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പാഷന്റെ ഭാഗമായിട്ടോ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു എസ്പെഷ്യലി ഫെയിമിലേക്ക് എസ്പെഷ്യലി ഒരു പ്രശസ്തിയിലേക്ക് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, കൺഫർമേഷൻ, റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ്സ്. സോ എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കരിയർ വൈസ് വരുന്ന സമയത്ത് പൊസിഷൻസിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് പ്ലേസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ചില പ്ലേസിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് ചില ആളുകളുടെ മനസ്സിലായിരിക്കാം. ഓക്കെ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാവുന്നതായിരിക്കാം. അത് ഈവൻ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യമായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് പിന്നീട് അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് കുറച്ച് സമയത്തേക്ക് എന്നുള്ളതല്ല. സ്പെഷ്യലി നിങ്ങൾ ആനിമൽസിന് എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ഒരു പ്രതീക്ഷയിലേ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോട്ട്സേ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്തോ കാര്യം
ഒരാളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഹ്യൂമൻ ആയിരിക്കാം, ആനിമൽസ് ആയിരിക്കാം, ഓർ ഏതെങ്കിലും രീതിയിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഓൾറൈറ്റ്, അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെക്കഗ്നേഷൻ തരുന്ന ഒരു കാര്യമായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരാളെ ലൈഫ് സേവ് ചെയ്യുന്നു, നിങ്ങൾ ഒരാൾക്ക് വേണ്ട ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ ഫിസിക്കലി ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ചില ആളുകൾ നിങ്ങൾ ഒരു ടൈമിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഒരു ടൈമിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത്. ഓക്കെ, അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മുന്നോട്ട് വരുന്ന ഒരു സമയത്തായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഓക്കെ ഞാൻ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ടാലന്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനത്തെ ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് അവേക്കനിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും അത്. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ഏതൊക്കെയോ സമയത്ത് ചെയ്തിട്ടുള്ള ഒരു ഗുഡ് കർമ്മയുടെ ഒരു ഇമ്പാക്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് എത്രമാത്രം ആ ഒരു കാര്യം അന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ എത്രമാത്രം ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. ഓൾറൈറ്റ്, സോ ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. What major blessings are coming for group number 1? Intuition. Group number 1, trust your intuition. ഓക്കെ, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ആൻഡ് സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നിങ്ങളുടെ പിക്ചറിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനർത്ഥം നിങ്ങൾ വേറെ ഒരു കാര്യത്തിലേക്കും പോകണ്ട എന്നുള്ളതല്ല. നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അലൈൻഡ് ആവാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഗ്രേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ ഭാഗമാവുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾക്ക് ഹെവൻലി ഫീലിംഗ്സ് നിങ്ങൾക്ക് ലൈഫിന്റെ മേജർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് ഫൈനാൻഷ്യലി റിലേഷൻഷിപ്പ് വൈസ് വരുന്ന സമയത്ത്, ഓർ നിങ്ങളുടെ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സിന്റെ ഒരു ഡെപ്ത് നോക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടാണ്, കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ ആഴത്തിൽ സ്പർശിക്കുന്ന ചില കാര്യങ്ങള്, ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഈ ഒരു ടൈമിലെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ എനർജീസ് ഒക്കെ ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ കാണുന്ന രീതിയിലൊക്കെ എന്ത് മാറ്റമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ചില ആളുകൾ ഓൾറെഡി പ്രൗഡ് ആയിരിക്കാം, നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിങ്ങൾ ഓൾറെഡി പ്രൗഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. കാരണം നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളിലേക്ക് ആ ഒരു ഒറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നോ, ചില കാര്യങ്ങള്, ചില വിഷൻസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില വിഷൻസ് ഉണ്ടാവുന്നുണ്ട്, ചില കാഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത് കുറച്ചുകൂടി ഡിവൈൻലി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കുറച്ചുകൂടെ സൈക്കിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ചില ആളുകൾക്ക് അതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾ ഓഫ് സഡൻ ചില കാഴ്ചകൾ, നേച്ചറിന് ചില കാഴ്ചകൾ കാണുക, സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ റെയർ ആയിട്ടുള്ള ചില കാഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നോർമലി ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ്, അത് എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. അവര് വളരെ റെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒട്ടും ചെയ്യാത്തതോ ആയിട്ടുള്ള ചില ജസ്റ്റേഴ്സ്, ചില കാര്യങ്ങള് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിട്ട് ഫ്രണ്ട്ലി ആവുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവുന്നതായിരിക്കാം, നിങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ഡ്രൈവിംഗ്, ചില ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഓക്കെ, യാത്രയുടെ ഭാഗമായിട്ട് നിങ്ങൾ ആനിമൽസിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇറ്റ്സ് ഡെസ്റ്റിനി. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടെ വിധിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനത്തെ ചില ഇവന്റ്സിലൂടെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു സെൽഫ് സോൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു 3rd ഡയമെൻഷനിൽ നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, കം ടു ദ 5th ഡയമെൻഷൻ. ഓക്കെ, 5D സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാം. അവിടെ നിങ്ങൾ കുറച്ചുകൂടെ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ റിലീസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചേസ് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം.
ഓക്കെ, അത് എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നേച്ചറിന്, ഹ്യൂമന്, ആനിമൽസ് എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവിന്റെ ഡിഫറെന്റ് ഫോംസ് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു എനർജിയാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ വിട്ടുകളയേണ്ട ഒരു കാര്യമായിരിക്കാം, ബട്ട് സ്റ്റിൽ നിങ്ങൾ അവിടെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള തോട്ട്സ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള എനർജീസ് അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എപ്പോഴും സെപ്പറേറ്റഡ് ആവേണ്ട ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളായിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പോകുന്നുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ മെമ്മറീസ് ഉള്ളത് കൊണ്ട് എവിടെ ചെല്ലുന്ന സമയത്തും അത് റിലേറ്റഡ് ആയിട്ടുള്ള, അത് ഹൈലൈറ്റഡ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് എന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്. സോ നിങ്ങൾക്ക് അത് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് പുതിയ കാര്യത്തിലേക്ക് ഈ ഒരു റീസൺ കൊണ്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളിത് കോൺസ്റ്റന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? കാരണം നിങ്ങൾ എനർജറ്റിക്കലി അതാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഇമോഷൻസ് അതിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്ക് ആവാതിരിക്കുക. സോ അത് നിങ്ങൾ കോൺഷ്യസ്ലി തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇമോഷൻസ് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക്, പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ കാര്യം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുക, ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുക, നിങ്ങളുടെ അപ്പിയറൻസിലായിരിക്കാം. നിങ്ങൾ സ്വയം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ, നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ കോൺഫിഡൻസ് കുറവായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ പോലും ഇത്ര കാലമായിട്ട് നിങ്ങളിൽ കാണാത്ത ചില ഭംഗി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു സമയത്താണ് അത് സ്പ്രെഡ് ചെയ്യാം, അല്ലെ? സോ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ എല്ലാ പ്ലേസിൽ നിന്നും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. സോ നിങ്ങളെ എൻഹാൻസ് ചെയ്യുന്ന, നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന, നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, കാരണം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൂടുതൽ 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 എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, group number 2, what major blessings are coming for you? Group number 2, നിങ്ങൾ ഒരുപാട് ചിരിക്കാൻ പോകുന്ന ചില മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മനസ്സറിഞ്ഞ് ചിരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, മധുരം ഒരുപാട് കഴിക്കുക, വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കുക, ആൻഡ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കാം, വെറൈറ്റി, ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കാം, ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില ഫീലിങ്സ് ആയിരിക്കാം. എസ്പെഷ്യലി ഫുഡ്. ഓക്കെ, നിങ്ങൾ ഫുഡ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുക, കുക്ക് ചെയ്യുക. കുക്കൊക്കെ ചെയ്യാൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് അത് ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ചില മാറ്റങ്ങൾ ലൈഫിൽ വരിക, അല്ലെ? സോ നിങ്ങൾക്ക് ആ ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കുട്ടികളെ പോലെയാണ്. ഓക്കെ, സോ അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. എവിടെ ചെല്ലുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി സിങ്ക് ആവുന്ന ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾക്ക് പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും. പുതിയ ആളുകളൊക്കെ മീറ്റ് ചെയ്യുക, അവരുടെ ഒരു വൈബായിട്ട് കണക്ട് ചെയ്യുക, അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കാം, എവിടെയെങ്കിലൊക്കെ പോകുന്നതായിരിക്കാം, ഒട്ടും പരിചയമില്ലാത്ത ആളുകളുടെ കൂടെയൊക്കെ നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, ബട്ട് ബി സേഫ് വെറെവർ യു ഗോ, ബി സേഫ്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതല്ല, പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ അത് അവെയർ ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് കളേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ നൈറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ആയിരിക്കാം, ഒരുപാട് ഇഷ്ടമുള്ള ഒരു കമ്പനി ആയിരിക്കാം. മീൻസ് ലൈക്ക് ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അവരുടെ കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. മൗണ്ടെയിൻ പോകുന്നുണ്ട് ചില ആളുകൾ, ട്രെക്കിംഗ്, മൗണ്ടെയിൻ, ഓർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. മേ ബി നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള വെതർ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. സ്നോ or something like relate with your situation. Okay, പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. And let's see എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 2, what major blessings are coming for you? Dare to walk with me, just you and me alone. Oh, okay. നിങ്ങൾ ആദ്യം കൂടെ നടക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക. നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയുടെ കൂടെ ഒറ്റയ്ക്ക് നടക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക.
നിങ്ങളും ആ ഒരു കാര്യവും മാത്രമായിട്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. സോ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻവൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ഈവൻ ചില ആളുകൾക്ക് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാത്രി നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സർപ്രൈസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. അവർ നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കാം, അവരുടെ കൂടെ യാത്ര ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, നിങ്ങളുടെ ഒരു പുതിയ ആളായിരിക്കാം, നിങ്ങൾക്ക് അത്ര ഒരു സൗഹൃദം തോന്നിയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, യാത്ര ചെയ്യുന്നതായിരിക്കാം. ആ വ്യക്തി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കാം. ആ ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ, കാരണം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചു നോക്കുക, കഴിച്ചു നോക്കുക, അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങളുടെ സർക്കിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ആളുകളെ മീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില താല്പര്യങ്ങൾ തോന്നുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ചില ആളുകൾക്ക് അത് റിലേഷൻഷിപ്പ് സൗഹൃദമാണെന്നുണ്ടെങ്കിൽ, ചില ആളുകള് നിങ്ങൾ നടക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് യു ആൻഡ് ഡിവൈൻ, യു ആൻഡ് ദ നേച്ചർ. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ സ്റ്റോറിയിൽ നിങ്ങൾ മാത്രമായിട്ട്. ഓക്കെ, സോ അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജേർണി ആയിരിക്കാം. നിങ്ങൾ യാത്ര ചെയ്യുക, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, ഒറ്റയ്ക്ക് പല പ്ലേസ്, നേച്ചർ നിങ്ങളെ കൊണ്ടുപോകും പല പ്ലേസിലേക്ക്. പ്രകൃതി നമ്മളെ കൊണ്ടുപോകും പറയുന്നത് പോലെ, യൂണിവേഴ്സ് നമ്മളെ എവിടേക്കോ കൊണ്ടുപോകുന്നു പറയുന്നത് പോലെ. ഇറ്റ്സ് ലൈക്ക് യു ആൻഡ് യൂണിവേഴ്സ്, ഹൗ ബ്യൂട്ടിഫുൾ ദ ജേർണി ഈസ്, അല്ലെ? സോ എത്ര മനോഹരമായിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് ലൈഫ് കീപ്പ് ചെയ്യുന്നുണ്ട്, ലൈഫ് കരുതി വെക്കുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. ആൻഡ് എൻജോയ് ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എവിടേക്കോ സന്തോഷമായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടായിരിക്കാം. റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ചില ആളുകൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, അഡ്വഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും യാത്രയായിരിക്കാം. ഹൈറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഹൈറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ, ഇറ്റ്സ് റൈറ്റ് ടൈം. ചില ആളുകള് സൈക്കിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ദാറ്റ് ഇസ് മീൻസ് ലൈക്ക് അതാണ് നിങ്ങളും ഒരു ഡിവൈൻ പവറും. ഓക്കെ, അല്ലെങ്കിൽ ഒരു സൈക്കിക് പവർ. ഓക്കെ, സോ നിങ്ങൾക്ക് അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തെങ്കിലും ആസ്ട്രോളജി ഓർ ടാരോട്ട് റീഡിംഗ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ളതോ സൈക്കിക് ആയിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡൈവ് ഇൻ ടു ദാറ്റ്. ഓക്കെ, അതിലേക്ക് നീന്തി തുടിക്കാൻ. ചില ആളുകള് വെള്ളം നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്വിമ്മിങ് പഠിക്കുന്നതായിരിക്കാം. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ്, ഇറ്റ്സ് ലൈക്ക് ഒരു ഹെവൻ പോലത്തെ ഒരു പ്ലേസ്. നിങ്ങളൊരു പ്ലേസിൽ പോകുന്നു, അവിടെ നിങ്ങൾക്ക് മൗണ്ടൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള നേച്ചറിന്റെ നിങ്ങൾ ഇതുവരെ കാണാത്ത ചില കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം പ്രോബബ്ലി നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന റിവർ, സീ ഒക്കെ നോർമൽ വാട്ടർ ആയിരിക്കാം, അല്ലെ? ചില പ്ലേസിൽ നമ്മൾ കുറച്ചുകൂടി ഒരു വൈൽഡിലേക്ക് പോകുന്ന സമയത്ത്, കുറച്ചുകൂടി ഒരു അഡ്വഞ്ചറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വളരെ റെയർ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? സോ അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു നേച്ചറിന്റെ ഒരു ട്രൂ കളേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുക. ആൻഡ് നിങ്ങളെ ഡിവൈൻ കൊണ്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില കാര്യത്തിന്റെ ഒരു ട്രൂ കളേഴ്സ് ആണ്, ചില ആളുകളുടെ ആയിരിക്കാം. സോ പ്രോബബ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആളുകളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റീഡ് ഓഫ് അതിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിന് പകരം, ടെൻഷൻ ആവുന്നതിന് പകരം, പേടിക്കുന്നതിന് പകരം, ബ്രേക്ക് ഡൗൺ ആവുന്നതിന് പകരം, നിങ്ങൾക്ക് ചില ആളുകളുടെ ഒരു ട്രൂ കളേഴ്സ് കാണാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങൾ ധൈര്യം കാണിക്കുക. ഓക്കെ, ധൈര്യം വേണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യം വേണം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോവാണ്. അത് ജീവിതത്തിലായിരിക്കാം, അഡ്വഞ്ചർ ആയിട്ടായിരിക്കാം, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വിത്ത് യുവർ ലവ്ഡ് വൺ. വളരെ സ്നേഹമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം വിത്ത് റൈറ്റ് പാർട്ട്ണർ. ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങൾക്കുള്ള മേജർ ബ്ലെസ്സിങ്സ്? വെരി സൂൺ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഗ്രൂപ്പ് നമ്പർ 2,
സിംഗിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർ ഈവൻ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു എക്സ്ട്രാ അറ്റൻഷൻ കിട്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാരേജിലേക്ക് എത്തുന്നതായിരിക്കാം, കല്യാണമൊക്കെ ശരിയാവുന്നതായിരിക്കാം, കല്യാണത്തിന്റെ ഒരു ടൈമിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. പ്രഗ്നൻസി, ഓക്കെ. സോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി, നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി, ഓക്കെ. ലിസൺ, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എൻട്രീസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങളും വരുന്നുണ്ട്, ഓക്കെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അത് ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ബേബിക്ക് ബർത്ത് കൊടുക്കാൻ പ്രിപ്പയർഡ് ആവുന്നതായിരിക്കാം നിങ്ങളുടെ ശരീരം, ഓക്കെ. ഓർ അതിന്റെ ഒരു ഭാഗമാവുന്നതായിരിക്കാം, ഓക്കെ. സോ സി നിങ്ങളുടെ ശരീരം ചില കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്നുണ്ട്, ഓക്കെ. ഒന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നാച്ചുറലി ചില മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള മാറ്റങ്ങൾ, ഓക്കെ. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളതും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങൾ. സോ അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. Group number 2, what major blessings are coming for you? Group number 2, get ready. So നിങ്ങൾ എങ്ങോട്ട്, ചില ആളുകൾ വേറെ കൺട്രീസിലേക്കൊക്കെ പോകുന്നുണ്ട്, ഓക്കെ. ചില റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ചില റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഓക്കെ. ചില ആളുകളുടെ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ സൗഹൃദത്തിൽ നിന്നിട്ടുള്ള ആളുകളായിരിക്കാം, പിന്നീട് അതൊരു റിലേഷൻഷിപ്പിലേക്ക് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, ഓക്കെ. ചില ആളുകൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ഓക്കെ. നിങ്ങൾക്ക് അത് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കാം. അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ടൈമിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചില ആളുകളായിരിക്കാം, ഓക്കെ. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കളിക്കൂട്ടുകാരായിരിക്കാം, നിങ്ങളുടെ സ്കൂൾ ഫ്രണ്ട് ഒക്കെ ആയിരിക്കാം. അവരൊക്കെ മീറ്റ് ചെയ്യാനും ആൻഡ് ഓൾ ഓഫ് സഡൻ മീറ്റ് ചെയ്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവരുടെ കൂടെ എങ്ങോട്ടെങ്കിലേക്ക് യാത്ര ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു യാത്ര, ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ എന്റർടൈൻമെന്റ് തരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിന്റെ പല പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഓക്കെ. സന്തോഷം, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ നടക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് അതുവരെ ഇല്ലാത്ത റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടാവും, അല്ലെ. നമുക്ക് സന്തോഷമായിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ജീവിതം ഒരു വീടാണെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ശരീരം ഒരു വീടാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഒരു വീടാണെന്നുണ്ടെങ്കിൽ, അതുപോലത്തെ കാര്യങ്ങൾ, അതുപോലത്തെ എന്റർടൈൻമെന്റ്, അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ ആളുകൾ വരുന്നുണ്ട്, സന്തോഷം ഉണ്ടാവുന്നുണ്ട്, ഒരു അനക്കം ഉണ്ടാവുന്നുണ്ട്. ചില ആളുകളുടെ എൻട്രി ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു അനക്കം കൊണ്ടുവരുന്നുണ്ട്, ഓക്കെ. അത് മേ ബി ലൈക്ക് ചില ആളുകള് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പൊസിഷനിൽ വരുന്നതായിരിക്കാം, ഓക്കെ. ചില അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചില ഇവന്റ്സ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആളുകൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ കൂടുതൽ ആളുകളും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില വിജയങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഓക്കെ. സോ പെട്ടെന്ന് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ചില എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് വേറെ കൺട്രിയിലേക്ക്, യൂറോപ്പ് കൺട്രീസ് ആയിരിക്കാം, വേറെ കൺട്രീസിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ട് പോകുന്നതായിരിക്കാം, ആഫ്റ്റർ മാരേജ്, ആഫ്റ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾ പോകുന്നതായിരിക്കാം, നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കാം, ഓക്കെ. സോ അതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, ഓക്കെ. അനക്കം ഉണ്ടാവുകയാണ് മെയിൻ ആയിട്ട്. നിങ്ങൾ എന്താണോ ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചു, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഒക്കെ മാറ്റുന്നുണ്ട്, ഓക്കെ. ഒരു തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളെ യാത്ര റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു യാത്ര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ഐഡിയ ഇല്ലാണ്ട് പോവാണ്, എവിടെയോ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് എവിടെയോ നിങ്ങളെ ലോസ്റ്റ് ആയി പോയി എന്നൊക്കെ തോന്നിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഒരു പാത്ത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ റൈറ്റ് പ്ലേസിലേക്ക് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ നീങ്ങുന്നുണ്ട്. ഓക്കെ, മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പ്ലാനിങ് പോലെ ആയിക്കൊള്ളണമെന്നില്ല ചില കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഇത് എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്, ലൈഫിൽ ചില സിറ്റുവേഷൻ നിങ്ങൾ എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നതെന്നുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ വീട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഒക്കെ വിട്ടു നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റിലീജിയൻ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി വിട്ടു നിൽക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ആണെന്നുള്ളത്, പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് പോകേണ്ടതായിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ആണ് അത്. ഓക്കെ, മാറി നിൽക്കുന്നുണ്ട്, മാറ്റം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടോ ചില പ്ലേസ് ഒന്നോ നിങ്ങൾ ഇഷ്ടം കൊണ്ടോ അല്ലാഞ്ഞിട്ടോ നിങ്ങൾ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചില പ്ലേസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്, മാറ്റം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് കുറച്ചൊരു അൺകംഫർട്ട്നെസ് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു അൺകംഫർട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. പെട്ടെന്ന് കല്യാണത്തിലേക്ക് വരുന്ന സമയത്ത്, പെട്ടെന്ന് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു അനാവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ലൈഫിൽ വേണം. എസ്പെഷ്യലി ആ ഒരു ജേർണിയിൽ മുന്നോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിന്റെ ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ ഈ ഒരു കാര്യം കണക്റ്റഡ് ആണ്. ഈ ഒരു കാര്യങ്ങൾ സംഭവിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കും ബാക്കിയുള്ള ഒരു സ്റ്റോറിയിലേക്ക് നിങ്ങൾ പോകേണ്ടി വരിക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് സന്തോഷം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആവുന്നത് നിങ്ങൾ പ്രിപ്പയർഡ് അല്ലാത്തൊരു ടൈമിൽ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും ഉണ്ടാവുന്നത്. എന്തിനു വന്നു, എന്തുകൊണ്ട് ഇത് കാര്യങ്ങൾ സംഭവിച്ചു, എന്തിനാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചെന്നുള്ള പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ബ്ലെസ്സിങ്സിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, സോ ലൈഫിൽ എന്താണ് ഇതുപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്നത്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, മനസ്സിലാക്കുക നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ളൊരു പാത്തിലാണെന്നുള്ളത്. സോ ചില ആളുകൾ വിട്ടു നിൽക്കണം, ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. വീട് മാറണം. ഓക്കെ, മേ ബി നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം, നഷ്ടം ഉണ്ടാവുന്നതായിരിക്കാം ചില ആളുകൾക്ക്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് നേടി വേറെ അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും. ഓക്കെ, സ്പിരിച്വൽ യൂണിയൻ. സോ വേറെ എന്ത് കൺഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് രണ്ടാള് മാത്രം ഉള്ളൊരു ലോകം, രണ്ടാള് മാത്രം പല കാര്യങ്ങൾ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടാളും കൂടുതൽ കമ്മിറ്റഡ് ആവുന്നു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നു ആൻഡ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു വേറൊരു തലത്തിലേക്ക് എടുക്കാണ് നിങ്ങളുടെ ഒരു ജേർണി. ഓക്കെ, ആ ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത് കൂടുതൽ കമ്മിറ്റഡ് ആവാണ്, കൂടുതൽ എൻഗേജ്ഡ് ആവാണ്, സ്നേഹം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാണ്, സ്നേഹം കൊണ്ട് ചില ആളുകൾ റിട്ടേൺ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. സോ നിങ്ങൾക്ക് തോന്നുകയാണ് ചിലത് നിങ്ങൾക്ക് അവസരം കൊടുക്കണം എന്ന് തോന്നുന്ന ചില ആളുകൾ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗിവ് എ ചാൻസ്. ഓക്കെ, നിങ്ങൾക്കത് ക്വാളിറ്റി ഉള്ള എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടാണ് അവർ വരുന്നത്, എന്തൊക്കെയോ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി. കാരണം നിങ്ങൾക്ക് ചില റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുകളായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഒരുപാട് വേണ്ട നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് തോന്നും ഇത് റൈറ്റ് പ്ലേസ് അല്ലല്ലോ, റൈറ്റ് ടൈം അല്ലല്ലോ, എന്തുകൊണ്ട് ഈ ഒരു കാര്യം ഇപ്പൊ എന്റെ ലൈഫിൽ വന്നെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിൽ നിന്നായിരിക്കാം വേറെ കാര്യത്തിലേക്ക് നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് വേറെ വഴി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു വഴിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം. സോ ചിലത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ചില എക്സാക്ട്ലി ന്യൂ ബിഗിനിങ്, റിലേഷൻഷിപ്പ്, ചില സ്നേഹം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ അർഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം. ഓക്കെ, നിങ്ങൾ ജെന്യുവൻലി അർഹിക്കുന്നുണ്ട്. ചില ആളുകൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്, പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നുണ്ട്. സ്നേഹം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അറ്റാച്ച്മെന്റ്, കണക്ഷൻ, സ്പിരിച്വൽ കണക്ഷൻ. സോ ചില കാര്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആരെങ്കിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്ര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്റർടൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഫൈനാൻഷ്യലി മെറ്റീരിയൽ ആയിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ പുതിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിച്ച്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിലേക്ക് കണക്ട് ചെയ്യാൻ പുതിയ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. വീട് വാങ്ങിക്കുന്നതായിരിക്കാം.
ഓർ വാഹനം, കാരണം യാത്ര ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് കുറച്ചുകൂടി ഒരു ദൃഢത കൂട്ടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യുക ആൻഡ് വളരെ റൊമാൻറ്റിക് ആവുക. ഓക്കെ, സോ എക്സ്പ്രസീവ് ആവുക, കണക്ട് ചെയ്യുക, ഫിസിക്കൽ ഇന്റിമസി ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകണം. അത് നിങ്ങളുടെ ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അത് വരുന്ന സമയത്ത് ലൈക്ക് അത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത് സ്പോയിൽ ചെയ്യാതിരിക്കാം. ഓക്കെ, അവർ നിങ്ങളുടെ പാസ്റ്റിലുള്ള കാര്യങ്ങള് നല്ല കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ പാസ്റ്റിലെ കാര്യത്തിൽ സ്റ്റക്ക് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഇനീഷ്യലി നിങ്ങൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സോളൊക്കെ ഒന്ന് അവേക്കൻ ആക്കുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ എങ്ങോട്ടെങ്കിലൊക്കെ പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ. എക്സാംസ് ആയിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടേ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാത്ത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. എവിടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, ഈ ഒരു കാര്യം കഴിഞ്ഞാലേ എനിക്ക് അടുത്തതിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്കൊരു എന്താ പറയുക, ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, വി കൻ സേ ലൈക്ക് ഒരു അനദർ 4 weeks ടൈമിൽ, ഒരു 1 month ടൈമിൽ നിങ്ങൾക്കത് വളരെ നല്ല രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓർമ്മയിലുണ്ട്. അതൊക്കെ കുറെ കാലത്തിന് ശേഷം ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ് അവരുടെ മനസ്സിൽ നിങ്ങൾ എത്രമാത്രം ഓർമ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഒരു ഓർമ്മകളിൽ അവർ എത്ര മാത്രം ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അതൊക്കെ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. വീണ്ടും നിങ്ങളൊരു എന്താ പറയാ, ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പിടിച്ചു കൊണ്ടുവെക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇനീഷ്യലി നിങ്ങൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് you like this reading. Let's move to group number 3 now. Hey, group number 3, what major blessings are coming for you? എന്താണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3, പീസ്, വളരെ സമാധാനം ഉണ്ട് ഗ്രൂപ്പ് നമ്പർ 3. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സമാധാനം ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ വലിയൊരു പ്രയോറിറ്റി, കൺസിഡറേഷൻ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുന്നുണ്ട്. ഷോയിങ് മൈ പ്രസൻസ് വിത്ത് ബ്ലെസ്സിങ്സ്. സോ ഡിവൈൻ ബ്ലെസ്സിങ്സിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം, ക്യാഷ് വരുന്നതായിരിക്കാം, പെട്ടെന്ന് ഒരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, പെട്ടെന്ന് ചില കാര്യങ്ങൾ സോൾവ് ആവുന്നതായിരിക്കാം. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ആളുകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഓൾ ഓഫ് സഡൻ ദേഷ്യം, അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ മേലെ പല കാര്യങ്ങളും പറയാം, നിങ്ങൾക്ക് തോന്നും ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട് എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യം മുന്നോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡ്സിൽ നിങ്ങൾക്കത് ചേഞ്ച് ആവുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള പല കാര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പേരിലൊരു ഒരു ഡിസ്പ്യൂട്ട് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ, തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ലീഗൽ ആയിട്ടുള്ള കാര്യം. ഓക്കെ, എസ്പെഷ്യലി ആളുകൾക്കിടയിൽ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലൈക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു വെളിച്ചത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് പോലെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ക്ലൗഡഡ് ആയിട്ട് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, മുന്നോട്ട് എന്തെന്നുള്ള പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് എല്ലാം ബ്രൈറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാം മുന്നിൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇത് നിങ്ങൾക്കുള്ളൊരു വലിയൊരു ബ്ലെസ്സിങ്സ് ആണ് ഗ്രൂപ്പ് നമ്പർ 3. ആൻഡ് ലെറ്റ്സ് സീ എന്ത് മേജർ ബ്ലെസ്സിങ്സ് ആണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, വാട്ട് മേജർ ചേഞ്ചസ്, ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു. കൺസിഡറേഷൻ ഉണ്ടാവുന്നുണ്ട്, അക്നോളജ് ചെയ്യുന്നുണ്ട്, വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആളുകൾ തമ്മിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പബ്ലിക് ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മീഡിയ ഓർ
പാഷൻ ഓർ മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ചില മേജർ ഇവന്റ്സും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കാം, പ്രിപ്പയർഡ് ആവാത്ത ചില കാര്യങ്ങളായിരിക്കാം, ചില കാര്യത്തിനൊക്കെ സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത്, പെട്ടെന്നായിരിക്കും നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. ജോബ് റിലേറ്റഡ് ആയിട്ട് അവസരങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില കരിയർ വൈസ് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ ഫ്രീ ആവുന്നുണ്ട് ചില പ്ലേസിൽ നിന്ന്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ചില കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ മറക്കാനോ വിട്ടുകളയാനോ, നിങ്ങളുടെ പീസ്, നിങ്ങളുടെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസിലി റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത്, നിങ്ങളുടെ മനസ്സിന് അത്ര സന്തോഷവും സമാധാനം ഉണ്ടാവുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്. സോ നിങ്ങളുടെ ചില സോൾ കോൺട്രാക്ട്സ് നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പുതിയ പുതിയ ലൈഫ് അഡ്വഞ്ചറിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. പുതിയ പുതിയ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പുതിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഫൈറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചിലത് നിങ്ങളായിട്ട് വിട്ടുകളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ചില പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, പുതിയ ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നതും. കാരണം ലൈഫ് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ അതിൽ പെർഫോം ചെയ്യാൻ റെഡി ആവുക എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക, ചിന്തിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആണ്. ഓക്കെ, കാരണം പലപ്പോഴും നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ളൊരു അവസരങ്ങളാണ്. ഗ്രൂപ്പ് നമ്പർ 3 ചിലത് നിങ്ങൾ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാത്തത്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് എന്താ മുന്നിൽ സംഭവിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല, നമുക്ക് കണ്ണ് കാണാത്തൊരു അവസ്ഥ ഉണ്ടാവും അല്ലെ. സോ അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലത് നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുക. കാരണം നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ലൈഫിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ട് ലൈഫിൽ, പക്ഷെ അത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് ജോബ് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, ജോലി മാറേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, പൊസിഷനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്ര കാലമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ചില കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം, ചില കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം ചില ആളുകൾക്ക്, ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അഡ്വൈസ്, ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ ഈവൻ ചില ആളുകൾക്ക് അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ വിഡ്രൂ ആവുന്നുണ്ട്, അതാണ് നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ വളരെ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, ഈവൻ ലൈക്ക് ചിലത് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ ഡെഡിക്കേറ്റ് ആയിട്ട് വലിയൊരു ആത്മാർത്ഥത കാണിക്കുക, അതായിരിക്കും നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓവർ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില പ്ലേസിൽ ചില ആളുകളുടെ അടുത്തൊക്കെ നമുക്ക് അനാവശ്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സിന്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മളായിട്ട് ഒരു സെറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറിയാണ്, നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും ചില സമയത്ത് അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ വിഡ്രോവൽ നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ദാറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല, എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല, എന്റെ അടുത്ത് എന്ത് ചെയ്താലും എനിക്ക് ഇങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്, അതാണ് ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റി നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുക അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ചില കാര്യത്തിനോടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കാം, ജോബിനോടുള്ള അറ്റാച്ച്മെന്റ്, മേ ബി നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവിടെ നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനോട് എന്തൊക്കെയോ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ പുറത്തായിരിക്കാം നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് വിട്ടുകളഞ്ഞ് ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് തരുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് നാച്ചുറലി സംഭവിക്കാൻ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓൾ ഓഫ് സഡൻ ഒരു സഡൻ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ഉണ്ടാവുന്ന മാറ്റം ഈവൻ നിങ്ങളുടെ സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഇമോഷൻസ് എന്നൊക്കെ നമുക്ക് കുറച്ച് പുറത്തേക്ക് വരാനാണ്
കുറച്ച് ബുദ്ധിമുട്ട്. ഹ്യൂമൻസ് ആണ്, നമുക്ക് മാനസികപരമായിട്ടുള്ള പല പല സിറ്റുവേഷൻസും നമുക്ക് ഉണ്ടാവും, ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഇവിടെ നിങ്ങൾക്ക് സഡൻ ആയിട്ട് ചില കാര്യങ്ങളിൽ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ചില സഡൻ ആയിട്ടുള്ള തിരിച്ചറിവ് പെട്ടെന്ന് നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടാക്കുന്നുണ്ട്, നിങ്ങളെ വീഴ്ത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു സ്ട്രഗിൾ തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുറെ കാലമായിട്ട് ഒരു പ്ലേസിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കാം, നിങ്ങളുടെ സൗഹൃദങ്ങളായിരിക്കാം, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. പക്ഷെ അതിന് എങ്ങനെ പുറത്തേക്ക് വരണം എന്നുള്ളത് അറിയില്ല. പക്ഷെ ലൈഫ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺസ് തരുന്നുണ്ട്, നിങ്ങൾ അത്ര അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട് നിങ്ങൾ അവിടുന്ന് ഇറങ്ങി ഓടാൻ വേണ്ടി. ഓക്കെ, ഇത് ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ വീഴാൻ പോവാണെന്നുള്ളത്, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സിറ്റുവേഷനിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം, കാരണം അവിടുന്നാണ് നിങ്ങൾക്ക് എണീറ്റ് വരാൻ സാധിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ചില പ്ലേസിൽ നിന്ന് നിങ്ങളെ തള്ളിയിടുക, പുറത്തേക്ക് തള്ളിയിടുക. നിങ്ങൾക്ക് തോന്നും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണെന്ന് തോന്നും, അല്ല, നിങ്ങൾ ആ ഒരു പ്ലേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. റിലേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ 3, what major blessings are coming for you? എന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റക്കായി തോന്നിയിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ ഒരു പുതിയ ഇൻസൈറ്റ് അല്ലെങ്കിൽ പുതിയ സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് കാരണം നിങ്ങൾക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവുന്നില്ല, ഫിസിക്കലി നിങ്ങൾക്ക് വേറൊരാളുടെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് നിങ്ങൾ നടക്കേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് മെന്റലി ആണ്. ഓക്കെ, ഇമോഷണലി ഒരു പ്ലേസിൽ ഇതില്ലാണ്ട് എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില ആളുകളുണ്ട്. മെന്റലി അത്ര ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ചില ആളുകളുണ്ട്. ഓക്കെ, അത് നമുക്ക് തന്നെ അറിയാം അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവിടുന്ന് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള സാഹചര്യം ലൈഫായിട്ട് ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി എടുക്കുക. സി, ഇത് നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമില്ല, ഇത് നിങ്ങളുടെ ബ്ലെസ്സിങ് ആണ്. കാരണം ഈ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇത്ര കാലമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ. ഇതിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ചില ആളുകൾക്ക് ഫൈനാൻഷ്യൽ ബ്ലോക്ക് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കർമ്മ, നിങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക് ആയിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ വേറൊരു പ്ലേസിലേക്ക് പോകുന്ന സമയത്ത് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാൻ പോവാണ്, അല്ലെങ്കിൽ വർക്കിലൊക്കെ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത്. പക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ വീണ്ടും ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ചിലത് ഈവൻ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം, വീണ്ടും ചെയ്യാം, വീണ്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം, വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ എയിംസ് നിങ്ങൾ സെറ്റ് ചെയ്യാം. ആ ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം, കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഉണ്ടാവണം. ഈവൻ നിങ്ങൾ എത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ഫ്രീഡം, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലോയൽ ആയിട്ടുള്ള നിങ്ങളുടെ അടുത്ത് ലോയൽ ആയിട്ട് നിൽക്കാം, വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ അടുത്ത് ലോയൽറ്റി കാണിക്കുക, നിങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുക. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ചേഞ്ചസ് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില ആളുകൾ എന്തൊക്കെയോ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ലൈഫ് ലെസൺസ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മിഡ് ഏജ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലം, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഏജ് വൈസ് എന്ന് മാത്രം എന്നുള്ളതല്ല, ഒരു സിറ്റുവേഷൻ നമ്മൾ കുറെ കാലം നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരുപാട് പഴയ ഒരാളാണ് അല്ലെ, അവിടെ നമുക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് എന്ത് പ്ലേസ് ആണെന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയർ, ഓർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവിടുന്ന് എന്തോ ഒരു റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടുന്ന് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു പാത്ത് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ലൈഫിന്റെ ഉയർച്ചയ്ക്ക് കാരണമാവുന്ന ചില ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ട്രസ്റ്റ് മീ, മാർക്ക് മൈ വേർഡ്, ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ലൈഫിന്റെ ഉയർച്ചയിലേക്കാണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ് ലൈഫ് ഇട്ടിരുന്നത്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ജേർണിയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. Group number 3, what major blessings are coming to you? Group number 3. So നിങ്ങൾക്ക് പറക്കാൻ ചിറക് ഉണ്ടാവുന്നത് പോലെയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ബട്ടർഫ്ലൈസിന് പറക്കാൻ ഒരു കുഞ്ഞ് ചിറക് കിട്ടുന്നത് പോലെ.
ഓക്കെ. സോ നിങ്ങൾക്ക് മേലോട്ട് വരാൻ പറ്റുന്നുണ്ട്, മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. പേഷ്യൻസ്, ഓക്കെ, ക്ഷമയുണ്ടാവും. സോ ഇറ്റ്സ് ലൈക്ക് റിലേറ്റ് ലൈക്ക് എ ബട്ടർഫ്ലൈ. സോ അതിന് ആ ഒരു ചിറക് പറക്കാൻ, കാഴ്ചകൾ കാണാൻ, അതിന് ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാൻ, ലൈക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വഴിയിൽ കൂടെ, അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ കൂടെ പോകേണ്ടതായിട്ടുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുത്തിട്ടുള്ള ഒരു രൂപമല്ല, അല്ലെ? സോ നിങ്ങൾക്കും അതുപോലെ ചിലത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ജേർണിയില് എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത്, അതിലേക്കാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു വെള്ളവും വളവും നിങ്ങൾ കൊടുക്കേണ്ടത്. അത് ഗ്രോ ചെയ്യാനുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് വളരെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഈവൻ അത് ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഫൈനാൻഷ്യൽ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കുറച്ചുകൂടെ പ്രൈവസി കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. സോ നിങ്ങളുടേതായിട്ടുള്ള സക്സസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ചില കാര്യങ്ങള് നിങ്ങളുടെ ലൈഫിൽ ഒരു അനദർ 3 months ടൈമിൽ എന്തെങ്കിലുമൊക്കെ മേജർ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ വരുന്ന ഒരു 4 weeks ടൈമിൽ നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് പ്രകടമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഓൾ ഓഫ് സഡൻ ലൈക്ക് നിങ്ങൾ അത് കണക്ട് ചെയ്യില്ല. ഓക്കെ. നിങ്ങളൊരു അറ്റാച്ച്മെന്റ് കാണിക്കില്ല, നിങ്ങൾ റൂഡായിട്ട് ബിഹേവ് ചെയ്യും, നിങ്ങൾ സെൽഫിഷ് ആയിട്ട് നിൽക്കും. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് എക്സാക്ട്ലി യു ഹാവ് ടു ഡു. അത് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ ചില സമയത്ത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് നല്ലത്. ഓക്കെ. നമ്മളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്വയം ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് സംശയം, നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് സംശയവും, നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വർത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അതെങ്കിൽ അതിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവാതിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകള്. ഓക്കെ. കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ട ആളുകളുടെ അടുത്ത് മാത്രം കമ്മിറ്റ്മെന്റ് കാണിക്കുക. ഓക്കെ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് കമ്മിറ്റ്മെന്റ് കാണിക്കാതിരിക്കുക. ഉണ്ടാവുന്ന മറ്റൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ പ്രസൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് ഇൻകാണ്, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിസിക്കാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സമയത്ത് എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസിലേക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്താണോ ഈ ഒരു സമയത്ത് ബാലൻസ്ഡ് അല്ലാണ്ട് പോകുന്നത്, അതൊക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ പ്രോപ്പർട്ടി എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. ചില അച്ചീവ്മെന്റ്സ്, ചില കാര്യങ്ങൾ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇമോഷണലി, മെന്റലി, ഫിസിക്കലി വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അത് ഒന്നുകിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. അത് നിങ്ങളുടെ കുറെ കാലത്തൊരു പ്ലാൻ, കുറെ കാലത്തുള്ളൊരു ആഗ്രഹമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഓക്കെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. സോ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും എല്ലാം കൂടെ വേറെ വേറെ ആയിട്ട് പോവാണ്, ഇനി അത് ചിലതൊന്നും റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കാം. ഓക്കെ. ചില ആളുകൾ കുറെ ഗ്യാപ്പിന് ശേഷമാണ് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസിലേക്കൊക്കെ നിങ്ങൾ വരുന്നത്. സമാധാനമായിട്ടിരിക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾക്ക് ഇമോഷണലി ബുദ്ധിമുട്ടാണ്, ചില പ്ലേസ് നിന്നൊക്കെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വളരെ പേഴ്സണലി, വളരെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. ചില കാര്യങ്ങൾ വന്നു, ചില കാര്യങ്ങൾ പോയി. ഓക്കെ, വന്നു, ഞാൻ പുതിയ കാര്യത്തിന് വേണ്ടിയിട്ട് അലോ ചെയ്യാണ് എന്നുള്ള ആ ഒരു കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തു, ഇനി ഞാൻ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരും, ഇനി ഞാൻ റൈറ്റ് ആയിട്ട് എന്നെ ഗൈഡ് ചെയ്യും. സോ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്ക് മാത്രം മതി നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യാൻ. ചില കാര്യങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഇമോഷൻസ് കൊടുക്കുന്ന സമയത്താണ് നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻസ് നമ്മൾ വീണ്ടും കണക്ട് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പറയാം, വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറയാം. നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്ക്, നിങ്ങളുടെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വാക്ക് മതി നിങ്ങളുടെ എല്ലാ സെൽസിനും ഒന്ന് റീഫ്രഷ് ചെയ്യാൻ, ഒന്ന് കോൺഫിഡന്റ് ആയിട്ടിരിക്കാൻ, ഒന്ന് ടീമായിട്ട് വർക്ക് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ അത്ര നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്,
വളരെ നല്ല രീതിയിലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നതല്ല, ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അത്ര കോൺഫിഡന്റ് ആയിട്ട്, നിങ്ങളുടെ മേലെ അത്ര കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ടിപ്പ് നമ്പർ 3. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.